Dear students, welcome to Aljasa online classes. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ് കേട്ടോ. എന്താണ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്യുന്ന മാനർ, നമ്മുടെ ബിസിനസ്സിന് ഏത് രീതിയിലാണോ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് വിളിക്കാം. ബിസിനസ്സിൻ്റെ രീതികളെന്ന് നമുക്ക് വിളിക്കാം അല്ലേ. ഏത് രീതിയിലാണോ നമ്മൾ ആ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഏത് രീതിയിലാണോ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് വിളിക്കാം. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രധാനമായും ഡിജിറ്റൈസേഷൻ, ഔട്ട്സോഴ്സിങ്, ഇൻ്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഡിജിറ്റൈസേഷൻ അറിയാലോ, ഡിജിറ്റ്സ് യൂസ് ചെയ്തു 0 to 1s and 0s യൂസ് ചെയ്ത് വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റലൈസേഷൻ സൗണ്ട്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമേജസ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് നടത്തുന്നത്. അതിനാണ് ഡിജിറ്റൈസേഷൻ എന്ന് വയ്ക്കുന്നത്. പിന്നെ ഔട്ട്സോഴ്സിംഗ് ഉണ്ട്, ഇൻ്റർനാഷണലൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഉണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതലും ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വേൾഡ് വൈഡ് ആയിട്ടാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിനുള്ളിലും ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബലായിട്ടാണ് ചെയ്യും, വേൾഡ് വൈഡ് ആയിട്ടാണ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ് ഈ ബിസിനസ് എന്നാൽ. ഈ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ് അല്ലേ. ഈ ബിസിനസ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും അപ്പോൾ അത്? ഇലക്ട്രോണിക് ബിസിനസ് ആണ്. ഇലക്ട്രോണിക് മീൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ് എന്ന് വിളിക്കാം അല്ലേ. ഈ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ് എന്ന് വിളിക്കാം. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ് എന്ന് വിളിക്കാം. മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബിസിനസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ് എന്ന് വിളിക്കാം. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ കൊമേഴ്സിനെക്കാളും എന്താണ്? കുറച്ചും കൂടെ ഒരു ബ്രോഡർ ടേമാണ്, കുറച്ചും കൂടെ വൈഡാണ്. എന്തെന്ന് പറയുന്നത് ഈ കൊമേഴ്സിനെക്കാളും കുറച്ചും കൂടെ ബ്രോഡർ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈഡർ ആണ്. എന്തെന്ന് പറയുന്നത് സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഈ കൊമേഴ്സിനെക്കാളും. ഈ കൊമേഴ്സ് ജസ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ കൊമേഴ്സ് ഡീൽസ് ഓൺലി വിത്ത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ കൊമേഴ്സിൽ എന്താ ചെയ്യുന്നുള്ളൂ? ഈ കൊമേഴ്സ് ഡീൽസ് ഓൺലി വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമാണ് ഈ കൊമേഴ്സ് എന്ത് ചെയ്യുന്നത്? ഡീൽ. ഈ കൊമേഴ്സ് ഓൺലി ഡീൽസ് വിത്ത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും മാത്രമാണ് ഈ കൊമേഴ്സ് ഡീൽ ചെയ്യുന്നത്. അതേസമയം ഈ ബിസിനസ്സിൽ എന്തുണ്ട്? Not only e-commerce but also includes other electronically conducted business functions such as production, inventory management, product development, accounting and finance and human resource management. E-commerceൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമാണ്. അതേസമയം ഈ ബിസിനസ്സിൽ എന്താണ്? ഈ കൊമേഴ്സ് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? അതർ ഇലക്ട്രോണിക്കലി കണ്ടക്റ്റഡ് ബിസിനസ് ഫങ്ഷൻസ് അല്ലേ. അതർ ഫങ്ഷൻസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക്കലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ കൊമേഴ്സിൽ ബിസിനസ്സിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമാണ് നടക്കുന്നത്. അതേസമയം ഈ ബിസിനസ്സിൽ എന്താണ്? ഈ കൊമേഴ്സ് മാത്രമല്ല, അതിനോടൊപ്പം എന്തുമുണ്ട്? ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിങ് ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതെല്ലാം എന്തിലൂടെ നടത്തുന്നുണ്ട്? ഈ ബിസിനസ്സിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി അവിടെ ചെയ്യുന്നുണ്ട്. ഈ ഫങ്ഷൻസ് കൂടി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിൽ. നെക്സ്റ്റ് വൺ ഈ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്താണ്? എത്രത്തോളം ഉണ്ട് അതിൻ്റെ വളർച്ച? എവിടെയൊക്കെയാണ് അത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയൊക്കെ അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്? അതാണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്?
പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ അതുപോലുള്ള ഫങ്ഷൻസ് മാത്രമല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറിയൽ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് എക്സെട്ര ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എഫക്റ്റീവ്ലി ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പാണ് പറയുന്നത് കേട്ടോ. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സിൽ പറഞ്ഞ എന്താണ്, ബിസിനസ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ എക്സെട്ര, അതോടൊപ്പം തന്നെ മാനേജറിയൽ ഫങ്ഷൻസും ബിസിനസ്സിൻ്റെ ഫങ്ഷൻസും അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ മാനേജറിയൽ ഫങ്ഷൻസും എന്തിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, വളരെ വൈഡായിരിക്കും. മാനേജറിയൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ് തുടങ്ങിയ മാനേജറിയൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസിങ്, പേഴ്സണൽ എക്സെട്ര തുടങ്ങിയ ബിസിനസ് ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് B2B കൊമേഴ്സ്, പിന്നെ B2C കൊമേഴ്സ്, ഇൻട്രാ ബി കൊമേഴ്സ് ആൻഡ് C2C കൊമേഴ്സ്. പ്രധാനമായിട്ടും 4 രീതിയിലുള്ള പാർട്ടീസാണ്, 4 ടൈപ്പ് ഓഫ് പാർട്ടീസാണ് എന്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, ഈ ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്, B2B കൊമേഴ്സ്, B2C കൊമേഴ്സ്, ഇൻട്രാ ബി കൊമേഴ്സ് ആൻഡ് C2C കൺസ്യൂമേഴ്സ്. C2C കൊമേഴ്സ് ആണ് കേട്ടോ. B2B കൊമേഴ്സ്, B2C കൊമേഴ്സ്, ഇൻട്രാ ബി കൊമേഴ്സ് ആൻഡ് C2C കൊമേഴ്സ്. B2B കൊമേഴ്സ്, B2B അല്ലേ, ബിയും ബിയുമാണ് അവിടെ വന്നിരിക്കുന്നത്. ബിയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ അതായത് എന്തായിരിക്കും, ബിസിനസ് ടു ബിസിനസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് അല്ലേ. ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ 2 ബിസിനസ് എൻ്റർപ്രൈസസ് ഇലക്ട്രോണിക്കലി ആർ നോൺ ആസ് B2B കൊമേഴ്സ്. ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും, ബിസിനസ് ടു ബിസിനസ്, 2 ബിസിനസ് എൻ്റർപ്രൈസസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, B2B കൊമേഴ്സ്. ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് 2 ബിസിനസ് എൻ്റർപ്രൈസസ് തമ്മിൽ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് എന്തായിരിക്കും, B2B കൊമേഴ്സ് ആയിരിക്കും. Transactions taking place between 2 business enterprises electronically are known as B2B commerce. കേട്ടോ, B2B ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ബിസിനസ് എൻ്റർപ്രൈസസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്, ട്രേഡ് നെഗോസിയേഷൻസ്, പ്ലേസിങ് ഓർഡർ വിത്ത് സപ്ലയേഴ്സ്, ഫോമിങ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എക്സെട്ര. പിന്നെ ഇനി എന്താണ്, B2C കൊമേഴ്സ്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ് അല്ലേ. ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആണ് നോൺ ആസ് എന്താണ്, B2C കൊമേഴ്സ് ആണ്. അതായത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്, കൺസ്യൂമർ പ്ലേസിംഗ് ഓർഡർ ഓൺലൈൻ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്, കൺസ്യൂമർ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഓൺ പ്രൈസ്, ടേംസ് ഓഫ് പേയ്മെൻറ്റ് എക്സെട്ര. നമ്മളിത് കൂടുതലും കാണാറുള്ള അല്ലേ, നമ്മൾ ഓൺലൈനിലാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ആ ഓൺലൈൻ സംവിധാനങ്ങൾ, അതാണ് B2C കൊമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഇൻട്രാ ബി കൊമേഴ്സ് ബിസിനസ്സിനുള്ളിൽ തന്നെ എന്താണ്, ബിസിനസ്സിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് വിളിക്കാം. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ, ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻട്രാ ബി കൊമേഴ്സ് ബിസിനസ്സിനുള്ളിലുള്ളതാണ്. ഇൻട്രാ ബിസിനസ്സാണ് അല്ലേ, ബിസിനസ്സിനുള്ളിൽ, അതായത് ആ ഒരു ഫേമിനുള്ളിൽ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറയും. ഇത് C2C കൊമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, C2C കൊമേഴ്സ് എന്ന് വിളിക്കാം. അതായത് നമ്മളിപ്പോൾ OLXലൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ, നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു കാർ ഉണ്ടെങ്കിൽ ഞാൻ ആ കാർ യൂസ്ഡ് കാർസ് അല്ലെങ്കിൽ യൂസ്ഡ് ഫർണിച്ചേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഓൺലൈനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെയിൽ നടത്താറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് ആണ്. ഞാനൊരു കൺസ്യൂമറാണ്, അതോടൊപ്പം തന്നെ വേറൊരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ C2C കൊമേഴ്സ് എന്ന് വിളിക്കാം. ഇതാണ് പ്രധാനമായിട്ടുള്ള പാർട്ടീസ് ഇൻവോൾവ് ഇൻ ബിസിനസ്. ഈ ബിസിനസ്സിന് ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള പാർട്ടീസാണ്. ഫസ്റ്റ് വൺ എന്താണ്, B2B കൊമേഴ്സ്, പിന്നെ B2C കൊമേഴ്സ്,
ഇൻട്രാബി കൊമേഴ്സ് ആൻഡ് C2C കൊമേഴ്സ്. ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ഈ ബിസിനസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊമേഴ്സിനെക്കാളും വളരെ വൈഡാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ്? ബിസിനസ് ഫംഗ്ഷൻസും മാനേജറൽ ഫംഗ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ബിസിനസ്സിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? B2B കൊമേഴ്സ്, B2C കൊമേഴ്സ്, ഇൻട്രാബി കൊമേഴ്സ് ആൻഡ് C2C കൊമേഴ്സ്. ഇത്രയും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.